പുതിയ തെളിവായി പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊലയെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് ഈ ഘട്ടത്തിൽ CM-നുള്ള മറുപടിയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ചിലർ ഇതിന് ചില കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ല. ആ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചോദ്യമായിട്ട് കൊടുക്കണം. ഇവിടെ RSSനോടും BJPയോടും അനുകൂല മനോഭാവം സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം അതാകെ ഞാനിപ്പോൾ ഇടണോ? നിങ്ങൾക്കാർക്കും അറിയില്ലേ അതിനെപ്പറ്റി? നിങ്ങൾ ഈ ചോദിച്ച ആൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചിരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡീലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണല്ലോ അത് മനസ്സിലാക്കുക. ഞങ്ങളൊരു കാലത്തും ഡീലിന് നിന്നിട്ടില്ല. ചരിത്രത്തിലൊന്നും അങ്ങനെ പറയാനില്ല. അനാവശ്യമായ നുണ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ പരിപാലിച്ചേക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അത് നമ്മൾ കാണേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള സുതാര്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ അതിനകത്ത് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ യേശില്ല എന്ന് കണ്ടോ. വോട്ട് വേണ്ടെന്ന് UDF പരസ്യമായ നിലപാടുകൾ, സമാനമായ നിലപാട് LDF സ്വീകരിക്കുമോ? എവിടുന്നാണ് എടുത്തത്? ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ്? വളരെ കാലം മുൻപ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടില്ല. ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വസ്തുതകളാകെ മറച്ചു വെച്ച് പറയാനാണ്. എന്തായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്? എത്ര കണ്ടൊക്കെ ചങ്ങാതിമാരായിട്ട് എന്നവർ നടന്നു? മറന്നുപോയോ? നിങ്ങളും മറന്നുപോയോ? നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരെങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല. നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറ്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ചവർക്ക് ഇരിക്കാൻ പോകുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലിട്ടുണ്ട് ജനങ്ങളുടെ പ്രതികരണം. മറ്റു തരത്തിൽ ലഭിക്കുന്നുണ്ടാവും. ഈ പറയുന്ന തരത്തിൽ അവരധ്വാനിച്ച് കാശുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എടുക്കേണ്ടത്. അതിനെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നിന്നെ ഞാൻ ശരിയായി കളിയെന്നുള്ള മട്ടിൽ നീങ്ങാൻ പാടില്ലായിരുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു പോകേണ്ടി വരും എന്ന ആശങ്കയാണല്ലോ പൊതുവിൽ ഉയർന്നത്. ആ ആശങ്കയ്ക്ക് ഒരടിസ്ഥാനമില്ല എന്ന് പറയാൻ പറ്റുമോ? നല്ല രീതിയിലുള്ള ആശങ്ക ഉയർന്നു വന്നു. അതിന് അടിസ്ഥാനമുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത്തരം ആശങ്കകൾ ഒഴിവാക്കുക, അതിനെ പറ്റിയ നടപടികൾ സ്വീകരിക്കുക. അതിലൊരു സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ സംസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച നേറ്റിവിറ്റി കാർഡിൻ്റെ പ്രശ്നം. നേറ്റിവിറ്റി കാർഡ് കൊണ്ട് വരുന്നത് എന്താ? നിങ്ങൾ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് ഔദ്യോഗികമായി തെളിയിക്കാനുള്ള രേഖയാണ്. ആർക്കും നിങ്ങളുടെ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന നിലയെ ചോദ്യം ചെയ്യാനാകില്ല. അത് ഈ സംസ്ഥാനമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമല്ലേ ഇത്? ഒരു ബദലല്ലേ ഇത്? അത് നമ്മൾ കാണേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള സുതാര്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ അതിനകത്ത് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ യേശില്ല എന്ന് കണ്ടോ. സ്വീകരിക്കുമോ? SDPയുടെ വോട്ട് വേണ്ടെന്ന് UDF പരസ്യമായ നിലപാടുകൾ, സമാനമായ നിലപാട് LDF സ്വീകരിക്കുമോ?
എവിടുന്നാണ് എടുത്തത്? UDF അങ്ങനെ ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ്? വളരെ കാലം മുൻപ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടില്ല, ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വസ്തുതകളാകെ മറച്ചു വെച്ച് പറയലാണ്. എന്തായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്? എത്ര കണ്ടൊക്കെ ചങ്ങാതിമാരായിട്ട് എന്നവർ നടന്നത്? മറന്നുപോയത്? നിങ്ങളും മറന്നുപോയോ? ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ട് കൂട്ടുകൂടത്തിലുള്ള വ്യക്തമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട്, നേതാവായിട്ട്, മുഖ്യമന്ത്രിയായിട്ടൊക്കെ പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ. പക്ഷെ താങ്കളുടെ മന്ത്രിസഭയിൽ ഇന്ന് ആളുകൾ തന്നെ ഇപ്പോൾ SDPയുടെ വോട്ട് ചോദിക്കുന്നത് മാത്രമല്ല, അവർ നിങ്ങളെ പരസ്യമായിട്ട് സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് CMന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ഇപ്പൊ വരെ ഇല്ല. അതാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉയരാനുള്ള പ്രധാന. നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരെങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല, നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറാണ്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ചവർക്ക് ഇരിക്കാൻ പോവുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളുടെ മനോഭാവം, ഓരോ ദിവസം കഴിയുന്നതോറുമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായി LDFന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്വീകാര്യതയിലേക്ക് LDF വരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരു പുകമറയും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ സുതാര്യമായ നിലയാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയ വിരുദ്ധ നിലപാടാണ്. ഒരു വർഗീയതയുമായും കൂട്ടുകൂടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒരു വർഗീയതയുടെയും താല്പര്യം സംരക്ഷിക്കാനും ഞങ്ങളില്ല. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. അതാണല്ലോ ഇവിടുത്തെ തെളിവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഈ 10 വർഷമായി ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായിട്ട്? ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? LDFന്റെ സുതാര്യമായ നിലപാടല്ലേ, വർഗീയ വിരുദ്ധ നിലപാടല്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ? ഏതെങ്കിലും വർഗീയ ശക്തിയായിട്ട് ചാരി നിൽക്കുന്ന നില ഇവിടെ സ്വീകരിക്കുന്നില്ലായിരുന്നു. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? അപ്പം അതെല്ലാം നാടിൻ്റെ അനുഭവമില്ലേ, ജനങ്ങളുടെ അനുഭവമില്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേലെ അത്തരത്തിലുള്ളതൊന്നും ചാർത്താമെന്നും ആരും കരുതണ്ട. മത്സരിക്കാൻ AICC നേതാക്കൾ തന്നെ നേരിട്ട് കോഴ വാങ്ങിയെന്ന് കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് തന്നെ പറയുന്നു. അത് നേരത്തെ KC വേണുഗോപാലായിരുന്നു. ഇപ്പൊ കൊടിക്കുന്നിൽ ശ്രീഷാന് ശേഷം ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ PA തന്നെ പണം വാങ്ങിയെന്ന് നേരിട്ടുള്ള വാർത്തകൾ വരും. ഇപ്പോഴും AICC ലീഡർഷിപ്പ് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. CMന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണല്ലോ. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് AICC നേതൃത്വം ഗൗരവമായിട്ട് എടുക്കാത്തത്? ഇവരുടെ എല്ലാം ബന്ധപ്പെട്ട വളരെ അടുത്ത് വേണ്ടപ്പെട്ടവരും നേതൃനിരയിലുള്ളവരുമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ചയാൾ കോൺഗ്രസിന് വേണ്ടാത്തയാളല്ലാതെ അവിടുത്തെ മുൻ മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവാണല്ലോ. അതിന് അവർ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി കോടികൾ കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധപ്പതനമായിട്ടല്ലേ അത് വരുന്നത്? ഒരു സ്ഥാനാർത്ഥിത്തിന് വേണ്ടി കോടതി വിധിക്കുക എന്നുള്ളത് അതല്ലേ വരുന്നത്? ഇത് തെളിവുകളോടുകൂടിയല്ലേ പറയുന്നത്. അക്കൗണ്ടിലാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളടക്കം വരുമ്പോൾ കൃത്യമായ വിശദീകരണം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി നിനക്ക് ബാധ്യതയുണ്ടല്ലോ. ഇതേവരെ AICC നേതൃത്വം എന്തെങ്കിലും പറഞ്ഞോ? AICC നേതൃത്വത്തിൻ്റെ വക്താക്കളായി നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് യാതൊന്നും പറയാനില്ലല്ലോ. അപ്പം അതൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ തൽക്കാലം മറുപടി ഇല്ല എന്നുള്ളതല്ലേ വരുന്നത്. ആ മൗനം കൊണ്ട് കുറ്റം തെളിയല്ലേ? അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള സംവാദത്തിനാണ് അങ്ങേ പ്രതിപക്ഷ ക്ഷണിച്ചത്, വെല്ലുവിളിച്ചത്. അങ്ങ് ഫേസ്ബുക്കിലൂടെ മാത്രമേ സംവാദം ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ നേരിട്ടുള്ള സംവാദം ഉണ്ടാവുള്ളൂ? അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഇത് സംബന്ധിച്ച് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയോ അതുപോലെ പ്രതിപക്ഷമോ ഒരക്ഷരം ഈ FCRA നിയമ ഭേദഗതിക്കെതിരെ പറയില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കിടയിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഇതിന്റെ അകത്ത് നിർദ്ദേശം ഉണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. CM അടക്കം അതിനെതിരെ പാർട്ടിയും അതിനെതിരെ പ്രമേയം പാസ്സാക്കുകയും പ്രസ്താവിക്കുകയും. പക്ഷെ പ്രതിപക്ഷം ഒരു അക്ഷരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത്
വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് വല്ലാത്ത ആശങ്ക വരുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വാഭാവികമായും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ക്രൈസ്തവ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണങ്ങളുണ്ട്. ധാരാളം മിഷണറിമാരുടെ പ്രവർത്തനം നടക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള പണം വരുന്നു, അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നല്ല തരത്തിൽ ആളുകളെ സേവിക്കുന്ന നിലയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ചില ആശുപത്രികളെടുത്താൽ മറ്റു ചില ആശുപത്രികളിൽ വലിയ ചാർജ് ഈടാക്കുമ്പോൾ ഇത്തരം ചില ആശുപത്രികൾ ന്യായമായ നിലക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണല്ലോ. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അതൊന്നും സർക്കാർ കൊടുക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലാതെ അവർ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നില്ല. അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് വലിയ തോതിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലാതെ ആ ചാരിറ്റി പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് സംഭാവനയായും മറ്റുമാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, മറ്റു തരത്തിൽ ലഭിക്കുന്നുണ്ടാവും. ഈ പറയുന്ന തരത്തിൽ അവരധ്വാനിച്ച് കാശുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എടുക്കേണ്ടത്. അതിനെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലാതെ, എന്നിട്ട് നിന്നെ ഞാൻ ശരിയായി കളയുന്നുള്ള മട്ടിൽ നീങ്ങാൻ പാടില്ലാതെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി അങ്ങയെ കുറിച്ച് പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്നു. ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷം CPM-നെതിരെ ആരോപിക്കുന്നത്, BJP-യുമായിട്ട്. അതിനുള്ള പുതിയ തെളിവായി പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊലയെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ഡീൽ ആക്ഷേപത്തിന് ഈ ഘട്ടത്തിൽ CM-നുള്ള മറുപടിയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ചിലർ ഇതിന് ചില കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്, അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചോദ്യമായിട്ട് കൊടുക്കണം, അതുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ട്? ഒരു കാര്യമില്ല. ഒരു തരം പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമയിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ല. അതിനാണല്ലോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങളെ മേക്കിട്ട് മാറാമെന്ന് വിചാരിക്കണ്ട. അതൊന്നും യേശുന്ന കൂട്ടറല്ല ഞങ്ങൾ. എന്തുകൊണ്ട്? ഞങ്ങൾ സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഞങ്ങളുടെ നിലപാടുകൾ എല്ലാ കാലത്തും വർഗീയ വിരുദ്ധമാണ്. ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, ഒരു വർഗീയതയും എതിർക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇവിടെ RSSനോടും BJP-യോടും അനുകൂല മനോഭാവം സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം അതാകെ ഞാനിപ്പെടണോ? നിങ്ങൾക്കാർക്കും അറിയില്ലേ അതിനെപ്പറ്റി? നിങ്ങൾ ഈ ചോദിച്ച ആൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചിരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡീലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണല്ലോ അത് മനസ്സിലാക്കുക. ഞങ്ങളൊരു കാലത്തും ഡീലിന് നിന്നിട്ടില്ല.
ചരിത്രത്തിലൊന്നും അങ്ങനെ പറയാനില്ല. അനാവശ്യമായ നുണ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ പരിപാലിച്ചേക്കാൻ വേണ്ടി മാത്രമാണല്ലോ, അത് ബോധപൂർവം ചെയ്യുന്നതാണല്ലോ. പക്ഷേ ആരാ ചെയ്യുന്നത്? ഒരുപാട് നാടിന് ചേരാത്ത, രാജ്യത്തിന് ചേരാത്ത ഇത്തരം അവിശുദ്ധ നീക്കങ്ങൾ നടത്തിയവർ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയവർ, അതല്ലേ വസ്തുത. അതിൻ്റെ ഭാഗമായി RSSുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അനുഭവമില്ലേ? രാജ്യത്തിൻ്റെ അനുഭവമില്ലേ? കോൺഗ്രസ് സ്വീകരിച്ച നിലപാടില്ലേ? ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ RSS ഉന്നയിക്കുന്ന, സംഘപരിവാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർക്ക്, ക്രൈസ്തവ വിഭാഗത്തിലടക്കം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ നിയമ ഭേദഗതി, അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയാൻ തയ്യാറാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? എവിടെയാണ് ഈ ഒരുതരം നേരത്തെയുള്ള ആ മൃദു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവുകയല്ലേ പല കാര്യങ്ങളിലും? ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. ഞങ്ങളെ അതിൻ്റെ ഭാഗമാക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ള ആരോപണം ബാധിച്ചിട്ടുണ്ടോ? ഈ ഒരു ഗീതാരോപണം LDF-നെ ബാധിച്ചിട്ടുണ്ടോ?